എല്ലാവർക്കും ഞങ്ങളുടെ മിന്നൂസ് കറികളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്ര ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ദാൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് എല്ലാവർക്കും ഇഷ്ടമാകും. എല്ലാവർക്കും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഇതിനാവശ്യമായ നമുക്ക് തുവരം പരിപ്പ് തന്നെയാണ് നല്ലത്. തുവരം പരിപ്പ് ഒരു 10 മിനിറ്റ് ഞാൻ ഒരു കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന തുവരം പരിപ്പാണിത്. പിന്നെ അതിനായിട്ട് ഒരു സവാള, 2 തക്കാളി, 4 വെളുത്തുള്ളി, ഒരു ഉരുളക്കിഴങ്ങ്, 6 പച്ചമുളക്, പിന്നെ അത് കടു വറുക്കാൻ വേണ്ടി 3 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കരിവേപ്പില, പിന്നെ മല്ലിയില, ഉപ്പ്, കടുക്, മഞ്ഞപ്പൊടി, പിന്നെ നമ്മൾ പരിപ്പ് വേവാൻ തക്ക ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് പരിപ്പ് കറി വെക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ആദ്യം ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഞാൻ. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പുണ്ടല്ലോ, നമ്മൾ അതിനകത്തോട്ട് എടുത്തിടണം. ഇപ്പൊ ഞാൻ പരിപ്പെല്ലാം എടുത്തിട്ട് കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള, ഈ സവാള ഇടുക. പിന്നെ വെളുത്തുള്ളിയും പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, തക്കാളി, എന്നിട്ട് ഇനിയിപ്പോൾ ആവശ്യമായ വെള്ളം ഒഴിക്കുക. പരിപ്പ് നമുക്ക് കറിക്ക് വേവാനായുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 തൊട്ട് അരയായാലും കുഴപ്പമില്ല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കുക. ഇളക്കി ഒരു 4 വിസിൽ വരുന്ന വരെ വെക്കണം, അടപ്പയിലോട്ട് വെക്കണം. ഇനിയിപ്പോൾ ഞാൻ ഗ്യാസ് ഓണാക്കി നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 4 വിസിൽ വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പരിപ്പ് 4 വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം വെന്തിട്ടുണ്ടോ ഇല്ലയോ നോക്കാം. കാരണം ഒത്തിരി വേവുണ്ടായി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആ പരിപ്പ് ഒന്ന് കടിക്കുന്നതാണ് നമുക്ക് ആ ഒരു കറിക്കൊരു സ്വാദ്. തുറന്നു നോക്കട്ടെ. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ നമ്മുടെ പരിപ്പും പൊട്ടറ്റോ എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് ഇതിനകത്ത്. ഇനി നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കണം. നോക്കിയിട്ട് ഇപ്പൊ നമുക്ക് ഇതിന് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. ഇനി നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി അതിനകത്ത് കടു വറുത്തിട്ട് ഒഴിച്ചാൽ മാത്രം മതി. അതാണ് കഴിഞ്ഞു, നമ്മുടെ കറി കഴിഞ്ഞു. നമുക്കിനി കടു വറുത്താൽ മാത്രം മതി. കടു വറക്കാറുണ്ട്. ഇനി നമുക്ക് അതിന് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വറ്റൽമുളകുണ്ട്, മല്ലിയിലയുണ്ട്, പിന്നെ കരിവേപ്പില, കടുക്, ഉപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ വേണ്ട. കടു വറക്കാനായിട്ട് ഞാൻ ഫ്രൈങ് പാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അടുപ്പിലോട്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയാണ് നമ്മുടെ ഈ കറിക്ക് ഒരു ടേസ്റ്റ് ഉള്ളത്. പിന്നെ നമുക്ക് സൺഫ്ലവർ ഓയിലും ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഞാനിപ്പോ ഒരു 1/4 ടീസ്പൂണ് കടുക് അങ്ങോട്ട് പൊക്കി, തീ കുറച്ചിടാൻ ശ്രമിക്കണേ. കടുക് പൊട്ടി വന്നു കഴിയുമ്പോൾ നമ്മൾ ആ പച്ചമുളക് ചെറുതായിട്ട് മുറിച്ച് അങ്ങോട്ട് ഇടണം. പിന്നെ നമ്മൾ ഈ കൊച്ചുള്ളി, ഇപ്പം ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കൊച്ചുള്ളി എല്ലാം നല്ലോണം മൂത്ത്, കറിവേപ്പില എല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ആ കറിയിലോട്ട് ഒഴിക്കണം. മല്ലിയില ഇട്ട ശേഷം നമുക്ക് കുക്കർ അടച്ചു വെക്കാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദാൽ കറിയാണ്. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.